ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് മലയാളികൾക്ക് സുപരിചിതമായ ഒരു ആയുർവേദിക് എണ്ണയുടെ കുറിച്ചാണ്. അതിൻ്റെ പേരാണ് ധാൻവന്തരം തൈലം. ധാൻവന്തരം തൈലം, അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ആ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഒരു ആയുർവേദിക് എണ്ണ ആദ്യം നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു എണ്ണയാണ് ധാൻവന്തരം തൈലം. അതുപോലെ തന്നെ വേറെ എണ്ണകളും ഉണ്ട്, കൊട്ടൻ ചുക്കാതി, മുറിവെണ്ണ, അങ്ങനെ എല്ലാം ചെയ്യും. പക്ഷേ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എണ്ണയാണ് ധാൻവന്തരം തൈലം. അപ്പോൾ ധാൻവന്തരം തൈലത്തിന് കുറേ ഉപയോഗങ്ങളുണ്ട്, കുറേ ഗുണങ്ങളുള്ള എണ്ണയാണ്. കുറേ രോഗത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, നമ്മുടെ ആയുർവേദത്തിൽ ഒരു 3 ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല: വാതദോഷം, പിത്തദോഷം, കഫദോഷം. അപ്പോൾ അധികം വേദനകളും കാര്യങ്ങളൊക്കെ വരുന്നത് വാതദോഷത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് വേദനകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ആയുർവേദത്തിൽ 80ഓളം വാതരോഗം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ വാതദോഷം കൂടിയോണ്ട് വാതദോഷത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് ഈ ഒരു ധാൻവന്തരം തൈലം ഉപയോഗിക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എണ്ണകളുടെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തേക്കാൻ പറ്റും. അത് നമ്മുടെ ആയുർവേദിക് ഡോക്ടർ നിശ്ചയിച്ച് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ ധാൻവന്തരം തൈലത്തിന് കുറേ ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, ഈ വാതരോഗങ്ങൾക്ക് ഉപയോഗിക്കാം. സ്റ്റിഫ്നെസ് കാര്യങ്ങൾ, വേദന, ജോയിൻറ്റ് പെയിൻസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ആ കേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആമവാദത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ജോയിൻറ്റ് പെയിൻസ് കാരണം കുറച്ച് സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ വരും, നമ്മുടെ ഇങ്ങനെ ഇളക്കാൻ പറ്റാതിരിക്കും, മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ധാൻവന്തരത്തെ നിത്യേന നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലും കുറച്ച് ശമനമായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന്, നമുക്ക് അഭ്യംഗത്തിന് ഉപയോഗിക്കാം. അങ്ങനെ തന്നെ നസ്യം, ധാര, ബസ്തി. അപ്പോൾ ഇതൊക്കെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ എല്ലാ പറഞ്ഞ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ നമ്മൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ ഇൻറ്റേർണലി നമുക്ക് ഈ ധാൻവന്തരം തൈലം നമ്മൾ സേവിക്കാറുമുണ്ട്. അത് ആവർത്തി ഫോമിലായിരിക്കും. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ്സിൽ സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. ഒന്നുകിൽ 7 ആവർത്തി, 14 ആവർത്തി, 21 ആവർത്തി, അങ്ങനെ തന്നെ 101 ആവർത്തി. അപ്പോൾ ധാൻവന്തരം 101 ആവർത്തി. അപ്പോൾ ആവർത്തിച്ചിട്ടുള്ള എണ്ണ ക്യാപ്സ്യൂൾ ഫോമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ആവർത്തിത കുറച്ചുകൂടി ഗുണം കൂടും ചെയ്യും. അപ്പോൾ അത് നമ്മളങ്ങനെ ഉള്ളിലേക്ക് സേവിക്കാൻ ആവർത്തിത തൈലമാണ് നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ അങ്ങനെ തന്നെയാണ് ആർക്കൊക്കെ ഈ എണ്ണ ഉപയോഗിക്കാം. ചില എണ്ണകൾ ചിലർക്ക് ഉപയോഗിക്കാൻ പാടില്ല, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് പീരീഡിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു എണ്ണ നമുക്ക് എല്ലാ കണ്ടീഷൻസിലും നമുക്ക് ഉപയോഗിക്കാം. ഒരു ഹെൽത്തി പേഴ്സണിന് ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റും. സുഖചികിത്സയുടെ ഭാഗമായി ഹെൽത്തി പേഴ്സണിന് ഉപയോഗിക്കാം. അങ്ങനെ തന്നെ ബാലചികിത്സയിൽ കുട്ടികളുടെ രോഗത്തിൽ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റും. പ്രസവപൂർവ്വം പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ പീരീഡിലേക്കൊക്കെ ഈ എണ്ണയാണ് മാക്സിമം റെക്കമെൻഡ് ചെയ്യാറ്. നമ്മുടെ വേദനകളും അത് കാരണം നമ്മുടെ ഈ ധാതുക്ഷയമൊക്കെ വരും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പണ്ടത്തെ ആരോഗ്യം കുറയുമല്ലോ. അപ്പോൾ ആ പീരീഡിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എണ്ണയാണ് ധാൻവന്തരം തൈലം. അങ്ങനെ തന്നെ വൃദ്ധാവസ്ഥ, ഓൾഡ് ഏജിൽ ഈ ഓരോ ജോയിൻറ്റ് പെയിൻസും റൊമറ്റോയിഡ് കേസസും ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് ഒക്കെ അധികം വരും. നമ്മുടെ വിയർ ആൻഡ് ടിയർ ജോയിൻറ്റ്സിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ മെയിൻലി ഈ പ്രഗ്നൻസി സമയത്തും പീരീഡിലൊക്കെ മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. ബാക്കി എല്ലാ എണ്ണയും നമുക്ക് കോൺട്രാഡിക്കേറ്റഡ് ആണ്. കുറേ എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിലൊക്കെ നോക്കുമ്പോൾ ധാൻവന്തരം തൈലം ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഭാഗത്ത് മെയിൻലി ദശമൂലക്വാത്തും പിന്നെ അങ്ങനെ തന്നെ കുറുന്തോട്ടിയുടെ വേരാണ് അത് ഏറ്റവും കൂടുതൽ അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ദശമൂലക്വാതൊക്കെ വാതഹര പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ സത്താഹുവ, അങ്ങനെ തന്നെ പുനർനവ, ദേവദാരു, കുഷ്ഠ, രാസ്ന, അങ്ങനെ പല ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ മാക്സിമം ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ അവിടെ വാതഹര പ്രോപ്പർട്ടി ഉള്ളതാണ്, വേദനയെ കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ യൂസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാതരോഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആമവാദത്തിൽ, ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസിൽ, അങ്ങനെ തന്നെ ഈ എന്താ പറയുക ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്സിൽ, അങ്ങനെ തന്നെ ചിലർക്ക് ലിഗമെൻറ്റ് ടിയറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലിഗമെൻറ്റ് ടിയറിൽ ആ കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചിലർക്ക് മർമ്മയിൽ അഭിഘാതം ഉണ്ടാവും, ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ തന്നെ മസിൽ പെയിനിൽ. അപ്പോൾ നമ്മൾ നിത്യേന ഇതൊരു എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മസാജ് ചെയ്തിട്ട് അഭ്യംഗം ചെയ്തിട്ടൊക്കെ കുളിക്കാൻ ആണെങ്കിൽ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ അത് കഴിയാറില്ല. അപ്പോൾ വീക്കിലി വൺസ് നമുക്ക് ലീവുള്ള സമയത്തെങ്കിലും നമ്മൾ ഈ എണ്ണ വെച്ചിട്ട് ഫുൾ ബോഡി മസാജ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ കുറച്ച് ആക്ടിവേറ്റ് ആവും, അതിനൊക്കെ പുഷ്ടി കിട്ടും. അങ്ങനത്തെ ഇതിൻ്റെ മെയിൻ ആക്ഷൻ ധാതു ആക്ഷൻസ് പറയുമ്പോൾ അസ്ഥിധാതുവിലും മാംസത്തിലും അങ്ങനെ തന്നെ ജോയിൻസിലുമാണ്. അസ്ഥിധാതുവിലാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ആക്ഷൻ. അസ്ഥി, അങ്ങനെ തന്നെ മാംസം,
അതിലൊക്കെയാണ് മെയിൻ അതിൻ്റെ ആക്ഷൻ വരുന്നത്. അപ്പോൾ ജോയിൻറ്റ് പെയിൻറ്റിലുള്ള എല്ലാ കണ്ടീഷനിലും, വാതരോഗത്തിലുള്ള എല്ലാ കണ്ടീഷനിലും നമുക്ക് ഈ ഒരു എണ്ണ തേച്ച് കുളിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ധാന്വന്തര തൈലത്തിൻ്റെ ഉപയോഗങ്ങൾ. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ അടുത്തെത്തും. അതുവരെ നന്ദി, നമസ്കാരം.